Hello friends, welcome to 𝙑𝙑𝙬𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വൺ കാർഡ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അതിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന നമ്മുടെ ഇഷ്ടമായ ആൾക്കാർ ചോദിക്കുന്നതാണ്. വൺ കാർഡിന് മാത്രമല്ല നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾക്ക് നമുക്ക് കിട്ടുന്ന ലിമിറ്റ് നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് കുറേ പേര് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്, എങ്ങനെ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്ന്. അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ വൺ കാർഡ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും രണ്ട് ടൈപ്പ് വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതായത് FD ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നോർമൽ നമ്മുടെ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡും ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഇപ്പോൾ FD ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ ക്രെഡിറ്റ് ലിമിറ്റ് നമ്മുടെ കൂട്ടിറങ്ങിയ നമ്മുടെ FD കൂട്ടിയാൽ തന്നെ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. പക്ഷേ നമ്മൾ നോർമൽ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് നമ്മുടെ ഒരു പ്രൊഫൈൽ ബേസിസാണ് നമുക്ക് ബാങ്ക് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അത് ആക്ച്വലി കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് കേട്ടോ. ചാൻസ് അല്ല, കൂടാനും കുറയും ചെയ്യും. എന്താ വെച്ചാൽ നമ്മുടെ ഒരു പെർഫോമൻസ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു കൂടുതലും കുറയിലൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. എന്താ വെച്ചാൽ അതെല്ലാം ഓട്ടോമാറ്റിക് അൽഗോരിതം ബേസ്ഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടെന്ന് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്, അപ്പോൾ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ആമസോണിൻ്റെ നമ്മുടെ പേജ് നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് URL കാണുന്നതായിരിക്കും, ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. നമ്മളൊരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാത്തിനും ടോപ്പ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോം പേജാണ്. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസ് കുറച്ചുകൂടി എളുപ്പമാക്കുള്ള വെബ്സൈറ്റ് ആയിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ട്രൈ നോക്കാൻ മറക്കണ്ട. നമുക്ക് ചാനൽ സപ്പോർട്ടാണ് കേട്ടോ, മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് പറയുമ്പോൾ നമ്മുടെ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൊടുക്കുന്ന വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് കൊടുക്കുന്ന വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ഓഫ് ബറോഡ കൊടുക്കുന്ന വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ IDFC ബാങ്ക് കൊടുക്കുന്ന വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഈ 4 ബാങ്കുകളായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ആക്ച്വലി വൺ കാർഡ് നമ്മുടെ അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാങ്ക് ഉള്ളവർക്ക് ആക്ച്വലി ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, എടുത്ത ഉടനെ ആക്ച്വലി നമുക്കിത് ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് ഇൻക്രീസ് ഒന്നും കിട്ടില്ല. അതായത് നമ്മുടെ ഒരു പെർഫോമൻസ് നമ്മുടെ സിബിൽ റിപ്പോർട്ടായിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് ജനറേഷൻ ബേസിസൊക്കെയാണ്. മിനിമം അതൊരു 6 മാസത്തേക്കാണ് ഏറ്റവും മിനിമം ഞാൻ പറയുന്നത് കേട്ടോ. 6 മാസത്തേക്കാണ് നമ്മൾ ശരിക്കും അത് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് എടുത്തോണ്ട് നിങ്ങൾ ഇതിൻ്റെ സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ അത് എത്ര പെട്ടെന്ന് കൂടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത് ആക്ച്വലി സ്റ്റെപ്പ് ചെയ്യുന്നത് ജസ്റ്റ് അവർക്ക് നമുക്ക് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഞാൻ എക്സാമ്പിൾ പറയുന്നത് നമുക്കൊരു മിനിമം ഒരു 6 മാസത്തിന് മുകളിലുള്ളവർ മാത്രം ചെയ്താൽ വേണ്ടിയിട്ടാണ്. 6 മാസം കഴിഞ്ഞവർ നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ വൺ കാർഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്കൊരു എന്താ പറയുക, ഒരു കസ്റ്റമർ കെയർ ഇമെയിൽ ID നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കിട്ടും. ഞാൻ വേണമെങ്കിൽ കൂടെ കൊടുക്കാം, help@onecard. എന്തായിരുന്നു ഞാൻ മറന്നുപോയി. അപ്പോൾ അതിലേക്ക് ഒരു മെയിൽ അയക്കാൻ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അടച്ചു. പിന്നെ ഒരു വേറെ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു EMI അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബില്ല് ജനറേറ്റ് ആയിട്ട് അടയ്ക്കാൻ ഇപ്പോൾ ഡ്യൂ ഡേറ്റ് ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ നിങ്ങൾ അതിന് ശ്രമിക്കണം. എന്ന് വെച്ചാൽ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഓൾറെഡി ഇത് മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കൂടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. ചിലപ്പോൾ കൂടുതൽ ചിലപ്പോൾ കുറേ ചെയ്യട്ടെ. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഈ മെയിലിലേക്ക് നിങ്ങളൊരു മെയിൽ അയച്ചു കൊടുക്കുക. നിങ്ങൾ ഇപ്പോൾ ഒരു 6 മാസം ഓൾമോസ്റ്റ് 6 മാസത്തിന് മുകളിൽ അല്ലെങ്കിൽ 7 മാസം 8 മാസമൊക്കെ ആയിട്ട് നമ്മളെ വൺ കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ എല്ലാ കറക്റ്റ് ടൈമിൽ നമ്മൾ ബില്ലടച്ച് പോകുന്നതാണ്. അപ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ നമുക്കൊരു റിപ്ലൈ തരും. നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITR ഫയൽ ചെയ്ത നമ്മുടെ ITR ഫയലിംഗ് അവർക്ക് മെയിൽ കൊടുക്കാൻ പറയും. എന്താ പറയുക, കോപ്പി മെയിൽ കൊടുക്കാൻ പറയും. ഇപ്പോൾ അവർ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 1 ഇയറിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പാസ്വേഡ് കളഞ്ഞിട്ട് വേണം ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുവരെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി എന്താ പറയുക, നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് നമുക്ക് ആക്ച്വലി നമ്മൾക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് നടക്കും. അവിടെ അവരുടെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുക. ഞാൻ ആക്ച്വലി ഇത് മെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ മൊബൈലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളെന്തായാലും മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിലേക്ക് ഇറങ്ങാണ്ട് മുമ്പ് നമ്മൾ റീസെൻ്റ്ലി ഇറങ്ങിയ ബോട്ടിൻ്റെ TWSും കാര്യങ്ങളൊക്കെ നമ്മൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ പോയി കണ്ടു നോക്കും. ഞാൻ എന്തായാലും ലാസ്റ്റ് കൊടുക്കാം. നമുക്കൊരു 2000-ൻ്റെ താഴെ 2500-ൻ്റെ താഴെയൊക്കെ വരുന്ന ANC ഉള്ള മോഡലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബെസ്റ്റ് ബൈ സംഭവങ്ങളാണ്, നോക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഞാൻ ആപ്പിൽ കാണിച്ചു തരാം. ആപ്പിലല്ല, ആക്ച്വലി നമുക്കിതിൻ്റെ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ മെയിൽ കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് മെയിൽ ഇവർക്ക് അയച്ചത് ഒരു ദിവസം മുമ്പാണ്. ഞാൻ എൻ്റെ മെയിൽ എടുക്കട്ടെ കേട്ടോ.
ഇതാണ് അവർ നമുക്ക് റിപ്ലൈ ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഞാൻ മെയിൽ അയച്ചതിന് അവർ റിപ്ലൈ തന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെയിൽ അയച്ചത്. അപ്പോൾ അവർ നമുക്ക് റിപ്ലൈ തന്നേക്കനാണ്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അവരെ അയച്ചിരിക്കുന്നതാണ് കണ്ടു. ഗ്രീറ്റിംഗ്സ് ഫ്രം Onecard, താങ്ക് യു ഫോർ കോൺടാക്ടിങ് us. With regard your mail, we do understand your concern regarding credit limit. We appreciate your interest in increasing the credit limit. Therefore, we would request you to please send us at least last 6 months of your bank statement so that we can check this further of you. വേണ്ടി അവർ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഔട്ട് ഓഫ് സോം ചെയ്യാം. അതിന് നമുക്ക് റിപ്ലൈ വന്നിരിക്കുന്നതാണ് ഇത്. ഗ്രീറ്റിംഗ്സ് ഫ്രോം Onecard. With regards to your mail, we do understand സംബന്ധം ചെയ്തിട്ടുണ്ട്. പിന്നെ we would like to inform you that we have raised request to increase credit limit with your concerned team and we are working closely on it to get it resolved for your earliest. അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചാറ്റും ചെയ്തിട്ടുണ്ടെന്നതിന് ശേഷം അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു മിനിമം ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് അവർ നോട്ടിഫിക്കേഷൻ തരുന്നതാണ് പറഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് കൂടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് സപ്പോർട്ടർ അല്ലെങ്കിൽ ഓൾറെഡി അവർ മെയിൽ നമുക്ക് അപ്പം തന്നെ അയക്കൂട്ടാ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു കാർഡ് നമ്മൾ ഇറക്കിയിരുന്നു. അപ്പോൾ ഇത് കാണിച്ച് നമുക്ക് കണ്ടപ്പോൾ നമ്മൾ ഓർത്ത് നമ്മുടെ ഈ സംഭവം നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ പ്രത്യേകിച്ച് പുതിയ ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസും അതുപോലെ ടെക് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. നമ്മൾ പോരാത്തതിന് നമ്മൾ റെഗുലറുമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.